നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് സൗത്തിൽ മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ലോറി ഉയർത്തുന്നതിനിടെ വാതക ചോർച്ച. പ്രദേശത്ത് 1/2 കിലോമീറ്റർ പരിധിയിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ സംഭവം. കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിക്കായി കാസർഗോട്ട് നടന്നത് ഊർജിത അന്വേഷണം. റെയിൽവേ സ്റ്റേഷനിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തി. തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ സ്കൂളിലെത്തുവാൻ പോലും ഭയപ്പെട്ട് കുട്ടികൾ. കുമ്പള GSB സ്കൂളാണ് തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമാകുന്നത്. ജനഹൃദയങ്ങളിൽ ജീവിച്ച ഡോക്ടർ BS റാവു അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം. BJPയുടേത് ഗൂഢാലോചനയെന്ന് ഭരണസമിതി അംഗങ്ങൾ. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് സൗത്തിൽ മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ലോറി ഉയർത്തുന്നതിനിടെ വാതക ചോർച്ച. ടാങ്കറിന്റെ വാൽവ് പൊട്ടിയതോടെയാണ് വാതകം ചോർന്നത്. ഇതോടെ പ്രദേശത്ത് 1/2 കിലോമീറ്റർ പരിധിയിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. മംഗലാപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് LPG ഗ്യാസുമായി പോകുന്ന ടാങ്കർ ഇന്നലെ ഉച്ചയ്ക്കാണ് മറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് LPG ഗ്യാസുമായി പോകുന്ന ടാങ്കർ മറിഞ്ഞത് കാഞ്ഞങ്ങാടിനെ നടുക്കിയ സംഭവമായി. ദേശീയപാതയിൽ കൊവ്വൽ സ്റ്റോറിന് സമീപമാണ് ടാങ്കർ ലോറി മറിഞ്ഞത്. തുടർന്ന് രാവിലെ 10 മണിയോടെ ഗ്യാസ് ടാങ്കർ ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോഴാണ് ചോർച്ചയുടെ സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് കൂടുതൽ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിച്ചു. കാസർഗോഡ്, കുറ്റിക്കോൽ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിച്ചത്. ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് 1/2 കിലോമീറ്റർ പരിധിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. മംഗലാപുരത്ത് നിന്ന് വിദഗ്ധ സംഘം എത്തിയ ശേഷം മാത്രമേ ചോർച്ച അടക്കാനാവൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതിനായി മണിക്കൂറുകൾ എടുക്കും. ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തി ഗ്യാസ് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആരെയും അപകട സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. ചോർച്ച പൂർണ്ണമായി അടച്ച ശേഷം മാത്രമേ ടാങ്കർ ഉയർത്തി ഗ്യാസ് മാറ്റാൻ സാധിക്കൂ. ടാങ്കർ ഉയർത്തുന്നതിന്റെ ഭാഗമായി പ്രാദേശിക അവധിയടക്കം നൽകി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയങ്ങോത്ത് വരെ 18, 19, 26 വാർഡുകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ വാർഡുകളിൽ സ്കൂൾ, അംഗനവാടി, കടകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ 8 മണി മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പടന്നക്കാട് വരെ ഹൈവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച ശേഷമാണ് ടാങ്കർ ഉയർത്താൻ ശ്രമം തുടങ്ങിയത്. ടാങ്കർ സുരക്ഷിതമായി ഉയർത്തുന്നതുവരെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ പാടില്ലെന്നും ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റു ഉപകരണങ്ങളോ പ്രവർത്തിപ്പിക്കാൻ പാടില്ലെന്നും കർശന നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അധികൃതരുടെ അനാസ്ഥ മൂലം ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി. മയ്യിച്ചയിൽ നിന്നും മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്കാണ് ചെറുവത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. പ്രദേശത്തുകാർക്ക് സ്വസ്ഥമായി ഉറങ്ങാനോ ഉപജീവനത്തിനോ കഴിയാത്ത ഇന്നത്തെ സാഹചര്യമുണ്ടാക്കിയത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും മേഗാ കമ്പനിയുടെയും കടുത്ത അനാസ്ഥ മൂലമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കുന്നിടിഞ്ഞിറങ്ങുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്നതായി മാറിയ സാഹചര്യത്തിൽ ദേശീയപാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്തായാലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് DCC പ്രസിഡന്റ് PK ഫൈസൽ ആവശ്യപ്പെട്ടു. അതുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെയായി ഈ വീരമലക്കുന്ന്, ഈ കുന്നിടിച്ചൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു കാര്യവും തീരുമാനിക്കാതെ മുമ്പോട്ട് പോകുന്ന ഇരുട്ടുതപ്പിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും അതുപോലെ തന്നെ ഈ വർക്കുകൾക്ക് നേതൃത്വം കൊടുത്ത മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു, ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഒരു നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി, DCC ജനറൽ സെക്രട്ടറിമാരായ KV സുധാകരൻ, KP പ്രകാശൻ, VV കൃഷ്ണൻ, P സൂരജ്, MV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മയ്യിച്ചയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിക്കായി കാസർഗോഡ് നടന്നത് ഊർജിതമായ അന്വേഷണം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിയാണ് പരിശോധന നടത്തിയത്. ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. ട്രെയിൻ വഴി രക്ഷപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്ന വിവരം യാത്രക്കാരിൽ ചെറിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കി. കാസർഗോഡ് ജില്ലയുടെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തും ഊർജിതമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുലർച്ചെയാണ് തടവ് ചാടിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെ 4:15ഓടെയാണ് പ്രതി ജയിൽ ചാടിയതെന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. തുടർന്ന് കണ്ണൂർ ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപൻ, SHO ശ്രീജിത്ത്, SIമാർ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ വ്യാപക പരിശോധന നടത്തുകയും ചെയ്തു. കണ്ണൂർ റേഞ്ചിലും സംസ്ഥാനത്തുടനീളമുള്ള സേനകളിലേക്കും വിവരം അറിയിച്ചിരുന്നു. ട്രെയിൻ വഴിയോ ബസ് വഴിയോ ഇയാൾ രക്ഷപ്പെട്ടേക്കാമെന്ന സംശയമാണ് പ്രധാനമായും ഉയർന്നത്. ഗോവിന്ദച്ചാമിക്കായി കാസർഗോട്ടും പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിയത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിയാണ് പരിശോധന നടത്തിയത്. ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. ട്രെയിൻ വഴി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന വിവരം യാത്രക്കാരിൽ ചെറിയ രീതിയിലുള്ള ആശങ്കയുമുണ്ടാക്കി. കാസർഗോഡിന്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തും പോലീസ് പരിശോധനയുണ്ടായിരുന്നു. എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത്. രക്ഷപ്പെട്ടതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം ഗോവിന്ദച്ചാമിയെ പിടികൂടുവാനായത് പോലീസിന് ആശ്വാസമായി. കണ്ണൂർ തളാപ്പിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. സ്ഥലത്തെ കിണറിന്റെ പടവിൽ ഒളിച്ചിരുന്ന ഇയാളെ പോലീസ് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ സ്കൂളിലെത്തുവാൻ പോലും ഭയപ്പെട്ട് കുട്ടികൾ. കുമ്പള GSP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നിലവിൽ തെരുവ് നായ്ക്കളെ ഭയന്ന് സ്കൂളിലെത്തുവാൻ ഭയക്കുന്നത്. ഉടൻ നടപടി വേണമെന്ന ആവശ്യവുമായി സ്കൂൾ അധികൃതരും നാട്ടുകാരും രംഗത്ത്. തെരുവ് നായകളുടെ ശല്യം രൂക്ഷമായതോടെ സ്കൂളിലെത്തുവാൻ പോലും ഭയക്കുകയാണ് കുമ്പള GSB സ്കൂളിലെ വിദ്യാർത്ഥികൾ. ദിനം പ്രതി 800ഓളം കുട്ടികളെത്തുന്ന സ്കൂളിലാണ് ഈ ദുരവസ്ഥ. PT പീരീഡുകളിൽ പോലും കുട്ടികൾ പുറത്തിറങ്ങാനോ കളിക്കാനോ ഭയക്കുന്ന സ്ഥിതിയാണ് നിലവിൽ സ്കൂളിലുള്ളത്. കഴിഞ്ഞ ദിവസം ഗ്രൗണ്ടിൽ കളിക്കാനെത്തിയ കുട്ടിയെ തെരുവുനായ ആക്രമിക്കാൻ ശ്രമിക്കുകയുമുണ്ടായി. അധ്യാപകരുടെ ശ്രമകരമായ ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് കുട്ടി പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. പട്ടികളെ ഭയക്കാതെ സ്കൂളിലെത്താനും കളിക്കാനും കഴിയണമെന്നാണ് കുട്ടികളുടെ ആവശ്യം. ഈ സ്കൂളിൽ പട്ടികളുടെ ശല്യമുണ്ട്. 800-ൽ കൂടുതൽ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടിലും മറ്റു സ്ഥലങ്ങളുടെ നായയുടെ ശല്യമായതിനാൽ കുട്ടികൾക്ക് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കും കഴിയുന്നില്ല. ഈ സ്കൂളിൽ മാത്രമല്ല, ഹൈസ്കൂൾ, മറ്റു സ്ഥലങ്ങളിൽ ഹൈ സെക്യൂരിറ്റി എന്ന ഈ സ്കൂളിൽ എല്ലാത്തിലും പട്ടികളുടെ ശല്യമാണ്. കളിക്കാൻ പട്ടി ഓടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രാവിലെ വൈകുന്നേരം കളിക്കാനും പരിഹാരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാസങ്ങളായി തുടരുന്ന ഈ പ്രതിസന്ധി കാരണം അധ്യാപകരും ബുദ്ധിമുട്ടിലാണ്. കുട്ടികൾ പുറത്തിറങ്ങുമ്പോഴൊക്കെയും പട്ടികളെ ഭയന്ന് അവർക്കൊപ്പം തന്നെ നിൽക്കേണ്ട സ്ഥിതിയിലാണ്. പ്രതിസന്ധിയിൽ ഉടൻ തന്നെ നടപടിയുണ്ടാവണമെന്ന് സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ഇൻചാർജ് സവിത പറഞ്ഞു. GSPS കുമ്പളയുടെ പരിസരത്ത് നായശല്യം വളരെ രൂക്ഷമാണ്. രാവിലെ സ്കൂളിൽ വരുന്ന കുട്ടികളെയും അതുപോലെ പോകുന്ന സമയത്ത് നായ്ക്കൾ ഓടിച്ചിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പേടിച്ചിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തി പറ്റും. കുട്ടികൾക്ക് ഭയപ്പെടാതെ സ്കൂളിലെത്തുവാനും പഠിക്കുവാനും അവരുടെ വിനോദങ്ങളിൽ ഏർപ്പെടുവാനും കഴിയുക എന്നത് അവരുടെ അവകാശമാണ് എന്നും അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടിയുണ്ടാവണമെന്നും നാട്ടുകാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ജനഹൃദയങ്ങളിൽ ജീവിച്ച ഡോക്ടർ BS റാവു അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് മരണം സംഭവിച്ചത്. ജില്ലയുടെ ആരോഗ്യരംഗത്ത് അതുല്യമായ സംഭാവന നൽകിയ പ്രശസ്ത മെഡിക്കൽ വിദഗ്ധനും സാമൂഹിക ആരോഗ്യ പ്രവർത്തകനുമായ ബായാറു ശങ്കരനാരായണ റാവു എന്ന ഡോക്ടർ BS റാവു അന്തരിച്ചു. കുറച്ചുകാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം വെള്ളിയാഴ്ച രാവിലെയോടെ മരണപ്പെടുകയായിരുന്നു. 1969 കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ സേവനം ആരംഭിച്ച ഡോക്ടർ BS റാവു 1973 വരെ TB വകുപ്പിൽ അസിസ്റ്റന്റ് സർജനായി പ്രവർത്തിച്ചു. പിന്നീട് 1973-76 കാലഘട്ടത്തിൽ മാലിക് ദിനാർ ചാരിറ്റബിൾ ആശുപത്രിയിലെ ആദ്യത്തെ ഫിസീഷ്യനായി സേവനമനുഷ്ഠിച്ചു. അവിടെ മെഡിക്കൽ വിഭാഗം ആരംഭിക്കുന്നതിനും അതിന് അടിത്തറ പാകുന്നതിനും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. 1976 വീണ്ടും ഗവൺമെന്റ് ആശുപത്രിയിൽ സേവനം തുടർന്ന അദ്ദേഹം അതിനുശേഷമാണ് കാസർഗോഡ് അശ്വിനി നഗറിൽ കാസർഗോഡ് നഴ്സിംഗ് ഹോം സ്ഥാപിച്ചത്. പിന്നീട് ഇത് കാസർഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് KIMS എന്ന പേരിൽ പ്രാദേശികാരോഗ്യ രംഗത്തെ പ്രധാന കേന്ദ്രമായി മാറുകയായിരുന്നു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നീർച്ചാൽ എണിയറപ്പ് ലൈഫ് ഹൗസ് വില്ലയിലെ കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ ബേള വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. പുത്തികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുപ്പണ്ണ ആൾവ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ സ്ഥലവും കിടപ്പാടവും നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പു നൽകുക. വില്ലയിലേക്ക് എത്തിപ്പെടുന്ന റോഡും വീടുള്ള സ്ഥലത്തും നടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കയ്യേറ്റ ശ്രമം തടയുക. റീസർവേയുടെ മറവിൽ റവന്യൂ അധികാരികളെ കൂട്ടുപിടിച്ചുള്ള പ്രമാണിയുടെ നീക്കുപോക്ക് അനുവദിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഏണിയാർപ്പ് ലൈഫ് ഹൗസ് വില്ലയിലെ കുടുംബങ്ങൾ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ നിരവധി പേർ സംബന്ധിച്ചു. മധുർ റോഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. പുത്തികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുബണ്ണ ആൾവ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് ലൈഫ് ഹൗസ് വില്ല അധ്യക്ഷത വഹിച്ചു. കൺവീനർ സീനത്ത് എൻ സ്വാഗതം പറഞ്ഞു. പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് പ്രകാശ് അമ്മണ്ണായ, സയ്യിദ് സൈനുൽ ആബിദ്, കെ ശാരദ, സുബൈർ ബാപ്പുലിപ്പനം, അബ്ദുൽ ഖാദർ മാനിയ, ഉദയ ടി തൽപ്പനാജെ, MS യോഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയവുമായി BJP അംഗങ്ങൾ രംഗത്ത് വന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയും പാപ്പരത്വവുമാണെന്ന് ഭരണസമിതി അംഗങ്ങൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണിതെന്നും കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. അതിൻ്റെ 20% അവർക്ക് അവരുടെ എസ്റ്റിമേറ്റ് റേറ്റിൽ 20% അവർക്ക് അഡ്വാൻസ് തുക കൊടുക്കാം എന്നുള്ള ഉത്തരവ് പ്രകാരം 20% മാത്രമാണ് പഞ്ചായത്ത് പണം നൽകിയിട്ടുള്ളതും. ഇപ്പോൾ അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥ സെക്രട്ടറിയാണ്. അപ്പോൾ ബാക്കിയുള്ള പണിക്ക് പിന്നീട് ഒരു ബില്ല് തന്നിട്ടുള്ളത് പാർട്ടി ബില്ലാണ്, ഫൈനൽ ബില്ലിനല്ല. അത് കൊടുക്കേണ്ടത് സെക്രട്ടറിൻ്റെ ചുമതലയാണ്. കാരണം സെക്രട്ടറിയാണ് അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ. സെക്രട്ടറിക്ക് അതിൽ എന്തെങ്കിലും പന്തികളുണ്ടെങ്കിൽ ഞാനടക്കമുള്ള എല്ലാ പഞ്ചായത്ത് ഭരണസമിതി തന്നെ വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട്. കുറേ രാഷ്ട്രീയ ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണം മുഴുവനും കൊടുക്കുമ്പോൾ സെക്രട്ടറി നോക്കേണ്ട സെക്രട്ടറി ഉത്തരവാദിത്തം. ഞാൻ നാളെ സെക്രട്ടറി വരും. അത് എന്ത് കമ്പനിക്കെതിരെയുള്ളത് എന്തുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം സർക്കാരിൻ്റെ റേറ്റ് പ്രകാരമാണ് അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് കാരണം ഒരു 300 പദ്ധതിയാണ് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അത് മുഴുവനായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എല്ലാ കൂട്ടായ ശ്രമം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ. ഇപ്പോൾ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും ഭിന്നിപ്പിച്ചുകൊണ്ട് 1.5 മാസം മുമ്പ് വന്ന സെക്രട്ടറി ഇപ്പോൾ പല രീതിയിലും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലെല്ലാം പല രീതിയിലും പ്രചരിപ്പിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ യൂസഫ്, വൈസ് പ്രസിഡന്റ് നാസിർ മൊക്രാൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ BA റഹ്മാൻ ആരിക്കാടി, നസീമ ഖാലിദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2ാം ക്ലാസ്സുകാരൻ വരച്ച VSന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറൽ. പാക്കത്തെ ജിതീന്ദ്രന്റെയും മാണിയാട്ടെ ചൈതന്യയുടെയും മകൻ ഹാർദിക് ജിതിൻ പെൻസിൽ കൊണ്ട് വരച്ച ചിത്രമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. കണ്ണേ കരളെ VSA, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന ആയിരങ്ങളുടെ മുദ്രാവാക്യ വിളികളുമായി ധീരനേതാവിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചപ്പോൾ ഹാർദിക് ജിതിൻ എന്ന 2ാം ക്ലാസ്സുകാരൻ വരച്ച VSന്റെ രേഖാചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി. പാക്കത്തെ ജിതീന്ദ്രന്റെയും മാണിയാട്ടെ ചൈതന്യയുടെയും മകൻ ഹാർദിക് ജിതിനാണ് പെൻസിൽ കൊണ്ട് VSന്റെ ചിത്രം വരച്ചത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രം നിരവധി പേർ കാണുകയും കമന്റ് ചെയ്യുകയും ചെയ്തു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അടക്കമുള്ളവർ ചിത്രം ഷെയർ ചെയ്തു. പെരിയാട്ടടുക്കം സെന്റ് മേരീസ് സ്കൂളിലെ 2ാം തരം വിദ്യാർത്ഥിയാണ് ഹാർദിക്. ഇതിനകം ഒട്ടേറെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ചിത്രകലാ അധ്യാപകൻ അനൂപ് മോഹന്റെ കീഴിലാണ് ഈ മിടുക്കൻ ചിത്രരചനയിൽ പരിശീലനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPMന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പാണെന്നാരോപിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് UDF ജനകീയ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ അണിനിരന്ന മാർച്ച് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കാടത്തിൻ പേര് പറഞ്ഞ്
വർഷമഞ്ചി കടന്നുപോയി പഞ്ചായത്ത് പരിധിയിൽ അനധികൃത നിയമനങ്ങൾ നടക്കുന്നുവെന്നും 4.5 വർഷത്തെ ഭരണത്തിൽ വികസന പ്രവർത്തനങ്ങളെക്കാൾ ജനദ്രോഹ നടപടികളാണ് നടത്തുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് PK ഫൈസൽ പറഞ്ഞു. UDF പഞ്ചായത്ത് ചെയർമാൻ ഉസ്മാൻ പണ്ഡ്യാല അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി TC റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. UDF പഞ്ചായത്ത് കൺവീനർ K അശോകൻ, നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MT അബ്ദുൽ ജബ്ബാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി K സിദ്ധു, KP ഷുക്കൂർ ഹാജി, M അബ്ദുൽ സലാം, KM സുരാഗ്, PK ഷിഹാബ്, OK വിജയൻ, PK സബീന, PV ബാലൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിനും ധർണയ്ക്കും ബാലൻ K വലിയപറമ്പ്, TKP അബ്ദുൽ കരീം, OK ഷാജി, KK കുഞ്ഞബ്ദുള്ള, PK അബൂബക്കർ, PP മനോജ്, MT ഷഫീഖ്, N ചിത്രലേഖ, P റഹ്മത്ത്, HM കുഞ്ഞബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി. നേരത്തെ വലിയപറമ്പ് സ്കൂൾ പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പ്രചരണാർത്ഥം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരത്തിലെ ഹോട്ടലുകളിൽ കയറിയിറങ്ങിയായിരുന്നു പ്രചാരണ ക്യാമ്പയിൻ നടത്തിയത്. ജില്ലാ സംസ്ഥാന നേതാക്കൾ ക്യാമ്പയിന് നേതൃത്വം നൽകി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ മികച്ച പദ്ധതികളിലൊന്നാണ് കുടുംബ സുരക്ഷാ പദ്ധതി. ഹോട്ടൽ മുതലാളിമാരെയും തൊഴിലാളികളെയും ചേർത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി വഴി സംഘടന 2,70,00,000 രൂപ നൽകിക്കഴിഞ്ഞു. ജില്ലയിൽ നിന്നും 1000-ഓളം മെമ്പർമാർ ഈ പദ്ധതിയിൽ അംഗങ്ങളാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ ഹോട്ടലുകളിൽ കയറിയിറങ്ങി കുടുംബ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകാരൻ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഹോട്ടൽ ഉടമ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ തൊഴിലാളി മരിച്ചു കഴിഞ്ഞാലോ അവൻ്റെ കുടുംബത്തിലേക്ക് ഒരു 100 രൂപ വെച്ച് മരണാനന്തരം ആപ്പ് വഴി അയച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കാരുണ്യ പദ്ധതിയിൽ കൂടെ നമ്മൾ അംഗങ്ങളാകുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കുടുംബ സുരക്ഷാ പദ്ധതി. തന്നെയുമല്ല, സംസ്ഥാന കമ്മിറ്റി പ്രത്യേകമായി വിഭാവനം ചെയ്ത 15 ദിവസത്തെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ആളുകൾ മുഴുവനും എല്ലാ ഹോട്ടലുകളിലും കയറി ഇറങ്ങി ഇപ്പോൾ 1000-ഓളം മെമ്പർമാരെ ഇതിൽ ചേർക്കുവാൻ സാധിച്ചു. നല്ലൊരു പദ്ധതിയാണ് ഇത്. 55 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ പദ്ധതിയിൽ അംഗമാകാം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലയിലെ ഭാരവാഹികളുമായോ അല്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ കാസർഗോഡ് ജില്ലയിൽ 24 യൂണിറ്റുകളുണ്ട്. അതിൽ ഏതെങ്കിലും യൂണിറ്റിലെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ ഇവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും. കാസർഗോഡ് സെഞ്ചുറി പാർക്ക് ഹോട്ടലിൽ ക്യാമ്പയിൻ സമാപിച്ചു. ക്യാമ്പയിന് ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി, ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര, ജില്ലാ ട്രഷറർ രഘുവീർ പൈ, സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി, രാജൻ കളക്കര, KH അബ്ദുള്ള, അജേഷ് നുള്ളിപ്പാടി, സവാദ്, റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന്റെ സ്വന്തം ജ്വല്ലറിയായ സിറ്റി ഗോൾഡിൽ ഹിസ്റ്റാര എക്സിബിഷന് തുടക്കമായി. പ്രമുഖ വ്യവസായി AS ഗ്രൂപ്പ് ചെയർമാൻ PK ഹനീഫ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പുതിയ കളക്ഷനിലുള്ള വിവിധതരം പ്രീമിയം ആഭരണങ്ങളുടെ അൺവീലിംഗ് ചടങ്ങും നടന്നു. കാസർഗോഡിന്റെ സ്വന്തം ജനകീയ ബ്രാൻഡായ സിറ്റി ഗോൾഡ് ഗ്രൂപ്പിന്റെ 27ാമത് വാർഷികത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഷോറൂമിൽ ഹിസ്താര ഷോക്കേസ് മെഗാ എക്സിബിഷന് തുടക്കം കുറിച്ചു. പ്രമുഖ വ്യവസായി SAS ഗ്രൂപ്പ് ചെയർമാൻ PK ഹനീഫ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഏറ്റവും പുതിയ കളക്ഷനിലുള്ള വിവിധതരം പ്രീമിയം ആഭരണങ്ങളുടെ അൺവീലിംഗ് ചടങ്ങ് നടന്നു. ഫാത്തിമ സമഹ, ഐഷ വിദ്യാനഗർ, ഷക്കീല ഇബ്രാഹിം, റംല അഷ്റഫ് MAH, തഹാനിയ എന്നിവർ അൺവീലിംഗ് കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ സിറ്റി ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ കരീം കോളിയാട്, ഡയറക്ടർമാരായ നൌഷാദ് ചൂരി, ഇർഷാദ് കോളിയാട്, ദിൽഷാദ് കോളിയാട്, ക്ലസ്റ്റർ മാനേജർ തംജീദ് അടുക്കത്ത് വയൽ, AGM അജ്മൽ,
ബ്രാഞ്ച് മാനേജർ ജുനൈദ് അടുക്കത്ത് വയൽ, റീജിയണൽ മാനേജർ ഷാഫി, സെയിൽസ് മാനേജർ കൃഷ്ണൻ, HR മാനേജർ ജെസ്സിൽ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന എക്സിബിഷനിൽ ലോകോത്തര നിലവാരമുള്ള പ്രീമിയം സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഡയമണ്ട് ആഭരണങ്ങളിലെ ഏറ്റവും പുതിയ കളക്ഷനുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എക്സിബിഷന്റെ ഭാഗമായി സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിലും ഡയമണ്ട് ആഭരണങ്ങളുടെ ഡിസ്കൗണ്ടിലും ഏറ്റവും ആകർഷകമായ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്ക് സിറ്റി ഗോൾഡ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാസർഗോഡ് ഷോറൂമിൽ അമൂല്യമായ ആഭരണങ്ങളുടെ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. ജൂലൈ 31 വരെ നടക്കുന്ന എക്സിബിഷനിൽ ഉപഭോക്താക്കൾക്ക് അമൂല്യമായ ആഭരണങ്ങൾ ആസ്വദിക്കുവാനും സ്വന്തമാക്കുവാനും അവസരമുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കാസർഗോഡ് ഷോറൂമിൽ അമൂല്യമായ ആഭരണങ്ങളുടെ ഹെറിറ്റേജ് ജ്വല്ലറി ഷോ ആരംഭിച്ചു. ഇന്ത്യൻ പാരമ്പര്യത്തനിമയും പൊലിമയും കോർത്തിണക്കിയ അമൂല്യമായ ആഭരണങ്ങൾ ആസ്വദിക്കാനും സ്വന്തമാക്കാനും ഉപഭോക്താക്കൾക്ക് മികച്ച അവസരമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാസർഗോഡ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ജൂലൈ 31 വരെ നടക്കുന്ന എക്സിബിഷനിൽ സ്വർണം, ഡയമണ്ട്, അമൂല്യരത്നങ്ങൾ എന്നിവയിൽ വിദഗ്ധ കലാകാരന്മാർ രൂപകൽപ്പന ചെയ്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും ഉണ്ടാകും. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമീറ ഫൈസിൽ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന കളക്ഷൻസ്, അതുപോലെ നല്ല ഗുണമേന്മയുള്ള ആഭരണങ്ങൾ, ഇതെല്ലാം എന്നെ ഇതിലേക്ക് ആകർഷിച്ചു. മറ്റൊരു കാരണവുമില്ല, എനിക്ക് മറ്റൊരു ബന്ധവുമില്ല മലബാർ ഗോൾഡിനോട്. ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ ഇടയിൽ ഗൾഫിലേക്ക് ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഒരു ഉദ്ഘാടന പരിപാടിയിലേക്ക്. ആ സമയത്ത് എനിക്ക് പ്രധാനപ്പെട്ട എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് നൽകുന്നതിന് പോലും ഞാനന്ന് മലബാർ ഗോൾഡ് തന്നെ ഗൾഫിലും തേടി പോയിട്ടുണ്ട്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഈ മലബാർ ഗോൾഡിനെ പറയാം. വളരെ നല്ല പ്രൊഡക്റ്റും അതുപോലെ വളരെ നല്ല വൈവിധ്യമാർന്ന കളക്ഷൻസും ഇവിടെ എന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാറുണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുകയാണ്. ചടങ്ങിൽ മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഇന്ദിര കൂക്കൾ, MH അബ്ദുൾ റസാഖ് ആൻഡ് കമ്പനി MD ഷമീദ, ഡോക്ടർ മനീഷ നായർ, മാക്സ് വാല്യൂ കാസർഗോഡ് മാനേജർ ഷീബ, ഡയറ്റീഷ്യൻ ജീവന ജയചന്ദ്രൻ എന്നിവർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടകര ഷോറൂം ഹെഡ് അഷ്മർ TK അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി ഷോറൂം ഹെഡ് ഷമീർ അത്തോളി ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഷോറൂം മാനേജർ അബ്ദുൽ ജമാൽ, മാർക്കറ്റിംഗ് മാനേജർ മനോജ് കുമാർ P, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജ്മെന്റ് അംഗങ്ങളും പങ്കെടുത്തു. കാസർഗോഡ് ഷോറൂം ഹെഡ് ചന്ദ്രശേഖരൻ നായർ സ്വാഗതവും മുഹമ്മദ് ആസിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം അമ്പിത്തടിയിൽ റോഡിൽ കൂറ്റൻ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് ആഴ്ചകളോളം. അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകാത്തതോടെ വാർഡ് അംഗത്തിൻ്റെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിലാണ് മരം മുറിച്ച് നീക്കിയത്. വാർഡ് അംഗം കാണിച്ച കരുതലിലാണ് ഒരു നാടിൻ്റെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമായത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 7ാം വാർഡിൽ അമ്പിത്തടിയിൽ കൂറ്റൻ മരം റോഡിൽ വീണു. ആഴ്ചകളോളമാണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. പ്രദേശവാസികളുടെ ദൈനംദിന യാത്രയ്ക്ക് ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത്. അക്ഷരാർത്ഥത്തിൽ റോഡിന് കുറുകെ വീണ ഈ മരം പ്രദേശവാസികൾക്കും വാഹനയാത്രക്കാർക്കും വലിയ തലവേദന തന്നെയായിരുന്നു. അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടി വൈകി. പ്രതീക്ഷിച്ച സഹായം വൈകിയപ്പോൾ 7ാം വാർഡ് അംഗമായ റൂബീന നഗരത്തിലെ യുവാക്കളുടെയും ഗ്രാമീണരുടെയും സഹായത്തോടെ മരം മുറിച്ചു മാറ്റുവാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ശ്രമദാനത്തിൽ റോഡിൽ വീണ മരം മുറിച്ചു നീക്കി. ഇതോടെ ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം പുനരാരംഭിച്ചു. വാർഡംഗം കാണിച്ച കരുതലിലാണ് ഒരു നാടിൻ്റെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമായത്. തങ്ങളോട് വാർഡംഗം കാണിച്ച കരുതലിന് പ്രദേശവാസികൾ നന്ദി പറഞ്ഞു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിൻ്റെ കാലതാമസം ഒഴിവാക്കണമെന്ന ആവശ്യം പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 1 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പഞ്ചദിന സത്യാഗ്രഹം സംഘടിപ്പിക്കും. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2025 ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 1 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പഞ്ചദിന സത്യാഗ്രഹം സംഘടിപ്പിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചദിന സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത്. കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന്റെ കാലതാമസം ഒഴിവാക്കുക, മണൽവാരൽ ഉടൻ ആരംഭിക്കുക, സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില ഏകീകരിക്കുക, ക്വാറി മാഫിയകളെ നിലയ്ക്ക് നിർത്തുക, കെ സ്മാർട്ടിലെ അപാകതകൾ പരിഹരിക്കുക,
നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ PBCA ജില്ലാ സെക്രട്ടറി KV സുകുമാരൻ, ജില്ലാ പ്രസിഡന്റ് PP തമ്പാൻ, സംസ്ഥാന കമ്മിറ്റി അംഗം EK പങ്കജാക്ഷൻ, ജില്ലാ ട്രഷറർ V നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ കടപ്പുറം ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും കർക്കടക മാസത്തിൽ നടത്തിവരാറുള്ള കർക്കടക കഞ്ഞി വിതരണം നടന്നു. 6 ദിവസങ്ങളിലാണ് കർക്കടക കഞ്ഞി വിതരണം നടത്തുക. ഇക്കുറിയും ആദിവ്യാധികൾ നിറഞ്ഞ കർക്കിടക മാസത്തിൽ അജാനൂർ കുറുംബ ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു. 6 ദിവസങ്ങളിലാണ് കർക്കിടക കഞ്ഞി വിതരണം ചെയ്യാറുള്ളത്. 3 ദിവസം മധുരമില്ലാത്ത കഞ്ഞിയും അടുത്ത 3 ദിവസം മധുരമുള്ള കഞ്ഞിയുമാണ് നൽകുക. ക്ഷേത്രത്തിലെ ഈ പ്രസാദം സ്വീകരിക്കുവാനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ആളുകളാണ് എത്താറുള്ളത്. ക്ഷേത്രസ്ഥാനികരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെൻഷൻ വാലിഡേഷൻ നിയമത്തിനെതിരെ കേന്ദ്ര പെൻഷൻ സംഘടനകൾ സംയുക്ത പ്രക്ഷോഭത്തിലേക്ക്. കാഞ്ഞങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിനും ഹെഡ് പോസ്റ്റ് ഓഫീസിനും മുന്നിലായി മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിച്ചു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിഷേധിച്ച പുതിയ പെൻഷൻ പദ്ധതിയും തുടർന്ന് ഏകീകൃത പെൻഷൻ പദ്ധതിയും നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാർ 2025 മാർച്ചിൽ പാസാക്കിയ പെൻഷൻ വാലിഡേഷൻ നിയമത്തിലൂടെ നിലവിലുള്ള കേന്ദ്ര പെൻഷൻകാരുടെ മേലെ മറ്റൊരു പ്രഹരം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. പെൻഷൻ അവകാശമാണെന്നും സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും 1982 ഡിസംബർ 17 പ്രശസ്തമായ നഗാര കേസിലെ സുപ്രീം കോടതി വിധിയെ പോലും അപ്രസക്തമാക്കുന്നതാണ് 2025 പെൻഷൻ വാലിഡേഷൻ നിയമമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. വാലിഡേഷൻ നിയമത്തിനെതിരെ സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ആദ്യപടിയായി കാഞ്ഞങ്ങാട് നഗരത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. ചെയർമാൻ PV രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ K കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. കുമാരൻ നായർ, A ഗോപിനാഥൻ, ശരത്, രാജൻ, KV കൃഷ്ണൻ, ലക്ഷ്മണൻ, PP കൃഷ്ണൻ, VP പ്രസന്നകുമാരി, രാജേഷ് എന്നിവർ സംസാരിച്ചു. മനുഷ്യച്ചങ്ങലയിൽ നിരവധി ആളുകൾ അണിനിരന്നു. കാഞ്ഞങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലാണ് ചങ്ങല തീർത്തത്. തുടർന്ന് പ്രതിജ്ഞ ചൊല്ലിയതിനു ശേഷം കാഞ്ഞങ്ങാട് HPO പരിസരത്ത് ചേർന്ന പൊതുയോഗത്തോടെ ആദ്യഘട്ട സമരത്തിന് സമാപനമായി. തുടർന്ന് 2025 ഓഗസ്റ്റിൽ സംസ്ഥാന കൺവെൻഷൻ, രാജ്ഭവൻ മാർച്ച്, MP-മാർക്ക് നിവേദനം തുടങ്ങി ഒക്ടോബർ മാസം രാജ്യത്താകമാനമുള്ള പെൻഷൻകാരുടെ ഉജ്ജ്വലമായ പാർലമെന്റ് മാർച്ച് നടത്തുവാനും തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസ് ഫോറം ഹാളിൽ വെച്ച് അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. VS ജനകീയനായിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നുവെന്ന് CPM നേതാവ് അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച VS അച്യുതാനന്ദൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി, സ്ത്രീപക്ഷ വിഷയങ്ങളിൽ VS പുരോഗമന സ്വഭാവം കാണിച്ചിരുന്നുവെന്നും VS മുന്നോട്ടുവെച്ച പുരോഗമന ആശയങ്ങൾ ഉൾക്കൊണ്ട് സമൂഹം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും അനിൽ പുളിക്കാൽ നന്ദിയും പറഞ്ഞു. T മുഹമ്മദ് അസ്ലം, EV ജയകൃഷ്ണൻ, TK നാരായണൻ, KS ഹരി, P പ്രവീൺ കുമാർ, N ഗംഗാധരൻ, ജോയ് മാരൂർ, ഷെബിൻ ജോസഫ്, സജേഷ് അടമ്പിൽ, T ദിനേശൻ, EV വിജയൻ, KV സുനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് സൗത്തിൽ മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ലോറി ഉയർത്തുന്നതിനിടെ വാതക ചോർച്ച. പ്രദേശത്ത് 1/2 കിലോമീറ്റർ പരിധിയിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ സംഭവം. കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിക്കായി കാസർഗോട്ട് നടന്നത് ഊർജിത അന്വേഷണം. റെയിൽവേ സ്റ്റേഷനിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തി. തെരുവ് നായ്ക്കളുടെ ശല്യത്തിൽ സ്കൂളിലെത്തുവാൻ പോലും ഭയപ്പെട്ട് കുട്ടികൾ. കുമ്പള GSB സ്കൂളാണ് തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമാകുന്നത്. ജനഹൃദയങ്ങളിൽ ജീവിച്ച ഡോക്ടർ BS റാവു അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം. BJPയുടേത് ഗൂഢാലോചനയെന്ന് ഭരണസമിതി അംഗങ്ങൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.